നമുക്ക് ഈ ലെക്ചറിൽ വേരിയബിൾ സൈസ് സ്ലൈഡിംഗ് വിൻഡോ റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ചെയ്യാം. Given an array of positive numbers and a number k, find length of smallest contiguous subarray whose sum greater than or equal to s. Return 0 if no such subarray exists. Input 215, 232, s equal to 7. Output 2. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ആയിട്ട് ഒരു അറേയും എസ് എന്ന് പറഞ്ഞൊരു വാല്യൂ മേടിക്കണം. എന്നിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ അറേയിൽ കുറേ സബ് അറേസ് ഉണ്ടായിരിക്കും. സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് വരുന്നത്. അതിൽ സ്മോളസ്റ്റ് കണ്ടിഗ്യൂസ് സബ് അറേയുടെ ലെങ്ത് റിട്ടേൺ ചെയ്യണം. ഈ അറേയിൽ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 വരുന്ന കുറേ സബ് അറേസ് ഉണ്ടായിരുന്നിരിക്കണം. അതിലെ ഏറ്റവും സ്മോളസ്റ്റ് സബ് അറേ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻഡെക്സ് തൊട്ട് തേർഡ് ഇൻഡെക്സ് വരെയുള്ള സബ് അറേ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് 2 കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഇൻഡെക്സ് തൊട്ട് തേർഡ് ഇൻഡെക്സ് വരെ 2 എലമെന്റ്സ് ആണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് 2 വന്നിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിന്റെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എങ്ങനെയായിരിക്കും? എല്ലാ സബ് അറേസും നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഓരോ സബ് അറേയുടെ സമ്മ് എടുക്കും. ആ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ആണോ എന്ന് നോക്കും. അത് കഴിഞ്ഞാൽ ആ ലെങ്ത്, ഈ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് വന്ന സബ് അറേയുടെ ലെങ്ത് നമ്മൾ മിനിമം എന്ന് പറഞ്ഞ ഒരു വേരിയബിളുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ മിനിമം ലെങ്ത് ട്രാക്ക് ചെയ്യും. എന്നിട്ട് ഫൈനലി മിനിമം റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആണ്. സ്ലൈഡിംഗ് വിൻഡോ ഉപയോഗിച്ച് എങ്ങനെ നമുക്കിത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഇവിടെ L എന്നും R എന്നും പറഞ്ഞ് 2 വേരിയബിൾസ് ഉണ്ട്. L ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഓഫ് എ സബ് അറേ, R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഡിങ് ഓഫ് എ സബ് അറേ ആണ്. ഇനിഷ്യലി Lന്റെ വാല്യൂ 0 ആണ്. ഫിക്സ്ഡ് സൈസ് സ്ലൈഡിംഗ് വിൻഡോയിൽ നമുക്ക് സബ് അറേയുടെ ലെങ്ത് അറിയാമായിരുന്നു. ഇവിടെ സബ് അറേയുടെ ലെങ്ത് അറിയത്തില്ല. പകരം നമുക്കൊരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമ്മൾ L പോയിന്ററിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. നമുക്ക് ലോജിക്ക് നോക്കാം. R എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറേയിലൂടെ ട്രാവേഴ്സ് ചെയ്യുന്നത്. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് R. വൈൽ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് മിൻ ലെങ്ത് R മൈനസ് L പ്ലസ് 1. ഈ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ് അറേയുടെ ലെങ്ത് R മൈനസ് L പ്ലസ് 1 അല്ലേ? അതിനെ മിൻ ലെങ്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് മിനിമം മിൻ ലെങ്ത്തിൽ സ്റ്റോർ ആവുന്നു. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് L, L പ്ലസ് ഈക്വൽ ടു 1. എല്ലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും സം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എസ് ആണോ എന്ന്. അതെങ്കിൽ ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് മിനിമം ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിളിൽ ഈ ലോജിക്ക് റൺ ചെയ്ത് നോക്കാം. ഇനിഷ്യലി R ഈ 2ലോട്ട് പോയിന്റ് ചെയ്ത്, അപ്പോൾ സം എത്രയാ? 2 ആണ്. പിന്നെ R ഈ 1ലോട്ട് പോയിന്റ് ചെയ്ത്, അപ്പോൾ സം എത്രയാ? 3 ആണ്. പിന്നെ R ഈ 5ലോട്ട് പോയിന്റ് ചെയ്ത്, അപ്പോൾ സം 8 ആയി. വൈൽ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, എസിന്റെ വാല്യൂ 7 ആണ്. 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ട്രൂ ആണ്. അപ്പം മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് മിൻ ലെങ്ത് R മൈനസ് L പ്ലസ് 1. ഈ സബ് അറേയുടെ ലെങ്ത് R മൈനസ് L പ്ലസ് 1, 2 മൈനസ് 0 പ്ലസ് 1 3 ആണ്. മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് ഇൻഫിനിറ്റി ആൻഡ് 3 എന്ന് വെച്ചാൽ 3 ആയിരിക്കും. അങ്ങനെ മിൻ ലെങ്ത് നമുക്ക് 3 ആയിട്ട് കിട്ടി. മിൻ ലെങ്ത് ഈക്വൽ ടു 3. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് L പ്ലസ് ഈക്വൽ ടു 1. ഇപ്പം സം എത്രയാണ്? 1ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 ആണ്. 6 ആണ് ഇപ്പോഴത്തെ സമ്മ്. ഇനി നമ്മൾ R 2ലോട്ട് പോയിന്റ് ചെയ്ത്, ഇപ്പം സമ്മ് എത്ര? 8 ആണ്. 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. വീണ്ടും മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് മിൻ ലെങ്ത് R മൈനസ് L പ്ലസ് 1. 152
എന്ന് പറഞ്ഞ ഈ സബ് അറേയുടെ ലെങ്ത് എത്രയാ? 3 ആണ്. മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് 3 എന്ന് വന്നു. അത് 3 തന്നെ. മിൻ ലെങ്ത് ഇപ്പോഴും 3 തന്നെ. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. എല്ലിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. വൈൽ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇപ്പൊ എത്രയായിരുന്നു സമ്മ്? 5 2 കൂടെ ആഡ് ചെയ്തപ്പോൾ 7. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ട്രൂ ആണ്. മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് മിൻ ലെങ്ത് ആർ മൈനസ് എൽ പ്ലസ് 1. 5 2 എന്ന് പറഞ്ഞാൽ ഈ സബറയുടെ ലെങ്ത് 2 ആണ്. മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് 3 2 എന്ന് വന്നു. അങ്ങനെ മിൻ ലെങ്ത് ഇപ്പം 2 ആയി. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഈ 5 അങ്ങ് റിമൂവ് ചെയ്ത് ഇപ്പൊ നമുക്ക് സം എത്ര? 2 ആയി. എൽ പ്ലസ് ഈക്വൽ ടു 1. എൽ ഇപ്പോൾ ഈ 2 പോയിന്റ് ചെയ്യുന്നത്. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. ഈ 3 6 പോയിന്റ് ചെയ്തപ്പോൾ സം എത്ര? 5 ആയി. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് അല്ല. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 അല്ല. അതുകൊണ്ട് ഈ വൈ ലൂപ്പിൽ കയറിയില്ല. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. ഇപ്പം 2 3 2 എന്ന് പറഞ്ഞ ഈ സബറെ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ സമ്മ് 7 ആണ്. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. മിൻ ലെങ്ത് ഈക്വൽ ടു മിൻ ഓഫ് മിൻ ലെങ്ത് ആർ മൈനസ് എൽ പ്ലസ് 1. 2 3 2 എന്ന് പറഞ്ഞ ഈ സബറയുടെ ലെങ്ത് എത്രയാ? ലെങ്ത് 3 ആണ്. മിൻ ലെങ്ത് നേരത്തെ 2 ആയിരുന്നു. മിൻ ഓഫ് 2 3 എന്ന് വന്ന് മിൻ ലെങ്ത് 2 തന്നെ ആണ്. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. 2നെ സമ്മിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പം സമ്മിന്റെ വാല്യൂ 5 ആയി. എൽ ഇപ്പം ലാസ്റ്റ് 3 പോയിന്റ് ചെയ്തു. ഫൈനലി നമുക്ക് മിൻ ലെങ്ത് 2 എന്ന് കിട്ടി. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ കോഡ് നോക്കാം. ഡെഫ് ഫൈൻഡ് സ്മോൾ സബ് അറേ എസ്. സം ഈക്വൽ ടു 0. മിൻ ലെങ്ത് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് ഇൻഫിനിറ്റി. എൽ ഈക്വൽ ടു 0. For r in range 0 to length of array, sum plus equal to array of r, while sum greater than or equal to s, min length equal to minimum of min length r minus l plus 1, sum minus equal to array of l, l plus equal to 1. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് ഉള്ള ഒരു സബ്ബറെ കണ്ടുപിടിച്ചു. അതിന്റെ ലെങ്ത് ആർ മൈനസ് എൽ പ്ലസ് 1 ആണ്. അതിനെ മിൻ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മിനിമം മിൻ ലെങ്ത്തിൽ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് സമ്മിൽ നിന്ന് അറേ ഓഫ് എല്ലിനെ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ലെഫ്റ്റ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഈ കോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ക്വസ്റ്റ്യനിൽ മിനിമം ലെങ്ത് ഉള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്ബറെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഫ് മിൻ ലെങ്ത് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് INF റിട്ടേൺ 0, അല്ലെങ്കിൽ റിട്ടേൺ മിൻ ലെങ്ത്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവാൻ കാരണം ഇവിടെ ഓരോ എലമെന്റും മാക്സിമം 2 ടൈംസ് ആയിരിക്കും വിസിറ്റ് ചെയ്യുക. താങ്ക് യു എവരിവൺ. ആൽഗോസെയിലിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക.